കേരളവും തമിഴ്നാടും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഏറ്റവും വൈകാരികവും തന്ത്രപ്രധാനവുമായ തർക്കവിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ. ഈ സുരക്ഷാ ചർച്ചകളിൽ നിർണായകമായേക്കാവുന്ന ഒരു വലിയ മാറ്റമാണിപ്പോൾ കേന്ദ്രതലത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തലിനായി ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഔദ്യോഗികമായി മാറ്റിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്ന കേരളത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങൾക്കിടയിൽ സുരക്ഷാ പരിശോധനാ സമിതിയിലെ ഈ പുനഃസംഘടന കേരളത്തിൽ പുതിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി രൂപീകരിച്ച ഈ ഉയർന്ന തലത്തിലുള്ള സമിതിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിരുന്നത് മുൻ CWC ചീഫ് എഞ്ചിനീയർ ആയിരുന്ന TK ശിവരാജനായിരുന്നു. അണക്കെട്ടുകളുടെ സാങ്കേതിക വശങ്ങളിലും കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിലും ആഴത്തിലുള്ള അറിവുള്ള വിദഗ്ധനായിരുന്നു അദ്ദേഹം. എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം അദ്ദേഹത്തെ സമിതിയിൽ നിന്നും നീക്കം ചെയ്യുകയും പകരം ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രൊഫസർ ML ശർമ്മയെ നിയമിക്കുകയാണുണ്ടായത്. കേരളത്തിന്റെ പ്രതിനിധിയെ സമിതിയിൽ നിന്നും ഏകപക്ഷീയമായി നീക്കം ചെയ്യുകയായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ TK ശിവരാജനെ തുടർന്ന് ലഭ്യമാകുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരമുള്ള പിന്മാറ്റത്തെ തുടർന്നാണ് പുതിയ നിയമനമെന്നുമാണ് കേന്ദ്ര അതോറിറ്റിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ ഉയർത്താൻ കെൽപ്പുള്ളൊരു കേരളീയ പ്രതിനിധിയുടെ അഭാവം സമിതിയുടെ ഭാവി തീരുമാനങ്ങളിൽ കേരളത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും സംസ്ഥാന ജലവിഭവ വകുപ്പിനുണ്ട്. TK ശിവരാജന് പകരം സമിതിയിലേക്ക് എത്തിയിരിക്കുന്നത് രാജ്യത്തെ പ്രമുഖ ഭൂകമ്പ പ്രതിരോധ ശാസ്ത്രജ്ഞരിൽ ഒരാളായ പ്രൊഫസർ ML ശർമ്മയാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ പരിശോധിക്കുന്നതിൽ ഏറെ നിർണായകവുമാണ്. പ്രശസ്തമായ IIT റൂർക്കിയിലെ ഭൂകമ്പ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറാണ് ഇദ്ദേഹം. അണക്കെട്ടുകളുടെ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഇന്റർനാഷണൽ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡാംസിന്റെ മേധാവിയുമാണ് അദ്ദേഹം. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭൂകമ്പ പ്രതിരോധ ശേഷിയെ വിലയിരുത്തുന്നതിൽ ഒരു ഭൂകമ്പ എഞ്ചിനീയറിംഗ് വിദഗ്ധന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. 125 വർഷത്തിലധികം പഴക്കമുള്ള സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ശക്തമായ ഭൂചലനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടോ എന്ന കേരളത്തിന്റെ പ്രധാന സംശയത്തിന് മറുപടി നൽകാൻ ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾക്ക് സാധിച്ചേക്കും. 2021 കേന്ദ്ര സർക്കാർ പാസാക്കിയ ചരിത്രപരമായ ഡാം സുരക്ഷാ നിയമപ്രകാരമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനയും സുരക്ഷയും പരിശോധിക്കാൻ അതോറിറ്റി പ്രത്യേക സ്വതന്ത്ര സമിതിക്ക് രൂപം നൽകിയത്. ഈ നിയമപ്രകാരം രാജ്യത്തെ എല്ലാ വലിയ അണക്കെട്ടുകളുടെയും സുരക്ഷ നിശ്ചിത കാലയളവിൽ സ്വതന്ത്ര സമിതികൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഈ വർഷം ജനുവരി 6-നാണ് മുല്ലപ്പെരിയാർ പരിശോധനയ്ക്കായുള്ള പ്രത്യേക സമിതി അതോറിറ്റി ഔദ്യോഗികമായി രൂപം നൽകിയത്. ബൽരാജ് ജോഷി ചെയർമാനായ ഈ സമിതിയിൽ ഗോപാൽ ധവാൻ, ഗുൽഷൻ രാജ്, N ശിവകുമാർ എന്നിവരാണ് മറ്റ് പ്രധാന അംഗങ്ങൾ. ഈ 5-അംഗ സമിതിയിലേക്ക് TK ശിവരാജന് പകരക്കാരനായാണിപ്പോൾ പ്രൊഫസർ ML ശർമ്മ എത്തിയിരിക്കുന്നത്. അംഗങ്ങളുടെ ഈ പുനഃസംഘടന ഒഴികെ ജനുവരി 6-ലെ ആദ്യ ഉത്തരവിലെ മറ്റ് നിബന്ധനകളിലോ വ്യവസ്ഥകളിലോ യാതൊരുവിധ മാറ്റവുമില്ലെന്ന് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുമുണ്ട്. പുതിയ പുനഃസംഘടനാ ഉത്തരവിന്റെ പകർപ്പുകൾ കേന്ദ്ര അതോറിറ്റി കേരള അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും തമിഴ്നാട് ജലവിഭവ വകുപ്പ് സെക്രട്ടറിക്കും ഔദ്യോഗികമായി കൈമാറിയിട്ടുണ്ട്. ഈ മാറ്റത്തോട് ഇരു സംസ്ഥാനങ്ങളും എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പെരിയാർ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും താഴ്വാരത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവഭയവും കൃത്യമായി മനസ്സിലാക്കിയ ഒരു കേരളീയ പ്രതിനിധി സമിതിയിൽ ഉണ്ടാകേണ്ടത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു. പുതിയ പ്രതിനിധി തികച്ചും നിഷ്പക്ഷനായ ഒരു സാങ്കേതിക വിദഗ്ധനാണെങ്കിലും കേരളത്തിന്റെ ആശങ്കകൾ സമിതിക്ക് മുന്നിൽ ശക്തമായി അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് പുതിയ വഴികൾ തേടേണ്ടി വരും. അണക്കെട്ടിന്റെ ജലനിരപ്പ് ഉയർത്തി നിർത്തണമെന്നും ഘടന പൂർണ്ണമായും സുരക്ഷിതമാണെന്നുമാണ് തമിഴ്നാടിന്റെ വാദം. കേന്ദ്ര സമിതിയുടെ ഏത് പുനഃസംഘടനയും നിയമപരമായ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുള്ളതാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാനാണ് തമിഴ്നാടിന്റെ സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാവിയും പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും ഈ സ്വതന്ത്ര വിദഗ്ധ സമിതി സമർപ്പിക്കുന്ന സുരക്ഷാ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. സുരക്ഷാ പരിശോധനകൾ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള വിദഗ്ധന്റെ പിന്മാറ്റവും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ ഒരു ഭൂകമ്പ പ്രതിരോധ വിദഗ്ധന്റെ വരവും സമിതിയുടെ കണ്ടെത്തലുകളെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകളിലൂടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അതീതമായി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നൊരു റിപ്പോർട്ടായിരിക്കും ഈ സമിതിയിൽ നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്നത്.